അതുണ്ടല്ലോ തലയിൽ മുടി വളരാൻ വേണ്ടി PRP എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? നമ്മളെന്താ ടച്ച് എന്ന് പറഞ്ഞിട്ട് വൈറ്റിലൊരു ACD ക്ലിനിക് ഉണ്ടോ, അവിടെ ഡോപ്പിയുടെ കയ്യിൽ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന അരുമ്പാറ കളയാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഈ ഒരു കാര്യവും കൂടെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. PRP ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ബ്ലഡ് എടുക്കണം കേട്ടോ. PRP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്നാണ് കേട്ടോ. ഞാനത് പഠിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. അപ്പോൾ ബ്ലഡ് എടുത്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കും. അപ്പോൾ നമ്മളവിടെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിരുന്നു. അതിനുശേഷം അവിടെ ഒന്ന് മരവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീം തേക്കുവാണേ. ഡോപ്പിക്കെന്ന് പറഞ്ഞാൽ സൂചി എടുത്താലേ പേടിയാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഭയങ്കര ടെൻഷനായിരുന്നു ഇത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ. എന്നാലും ആളിപ്പം മരവിപ്പിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും റെഡി ആയിട്ടോ. ഇത് സെൻട്രിഫ്യൂജ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. സെൻട്രിഫ്യൂജ് ചെയ്യാന്ന് വെച്ചാൽ ഇതിനകത്ത് വെച്ച് ഇങ്ങനെ കറക്കി കഴിയുമ്പോഴേക്കും കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ബ്ലഡിലുള്ള പ്ലാസ്മയൊക്കെ വേർതിരിഞ്ഞ് വരും കേട്ടോ. ദേ ഇതുപോലെ കേട്ടോ നേഴ്സ് എടുക്കുന്ന അതാണ് കേട്ടോ. ഡോക്ടറെ ഗോൾഡൻ കളറിൽ കാണുന്നതാണോ പ്ലാസ്മ എന്ന് പറയുന്നത്? ഇതാണ്. ഇത് നമ്മൾ സെൻട്രിഫ്യൂജിൽ ഇട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ റെഡ് ബ്ലഡ് സെൽസ് എല്ലാം താഴോട്ട് വരും. പിന്നെ അതിന്റെ ബാക്കിയുള്ള ഫ്ലൂയിഡ് പാർട്ട് ഉണ്ടല്ലോ, അതാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. അതിലാണ് ഈ ഗ്രോത്ത് ഫാക്ടർ ഒക്കെ ഉണ്ടാകുന്നത്. അത് ബോഡിയിൽ വരും. അപ്പോൾ നമ്മൾ അത് എടുത്തിട്ടാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഡോപ്പിയുടെ മുഖത്ത് കാണുന്ന ചിരിയൊക്കെ വെറുതെ കേട്ടോ. ഭയങ്കര പേടിയായിരുന്നു ആദ്യം തന്നെ. പക്ഷേ ഈ സിറിഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസുലിനൊക്കെ ഇഞ്ചെക്ട് ചെയ്യാൻ എടുക്കില്ലേ, ഭയങ്കര തിന്നായിട്ടുള്ള വേദനയൊന്നും അങ്ങനെ എടുക്കത്തില്ല കേട്ടോ. ഡോപ്പിക്ക് പിന്നെ പൊതുവെ പേടിയാണ്. അത് അതിനകത്തേക്ക് ഇങ്ങനെ നമ്മുടെ പ്ലാസ്മ എടുത്തിട്ട് ഇതേപോലെ ഡോക്ടർ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അത് ഫുള്ള് നമ്മുടെ സ്കാൽപ്പിൽ എവിടെക്കാണോ മുടിയില്ലാത്ത അവിടെയൊക്കെ അങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും. ഡോപ്പിക്ക് പിന്നെ ഇനി പെയിൻ ഉണ്ടെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് സിസ്റ്റർ ഇങ്ങനെ തണുപ്പിച്ചോ കൊടുത്തു, തല കൂളിംഗ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇത് ചെയ്ത് കഴിയുമ്പോൾ മസാജൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോൾ ഓക്കെയാണ് ശരിക്കും പറഞ്ഞാൽ. ആളത്ര പെയിനൊന്നുമില്ല. ഇവിടുത്തെ നമ്മുടെ ടച്ചിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ PRPയുടെ ഒപ്പം തന്നെ ലേസറും കൂടി ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മളുടെ ഈ ഒരു മുടിയുടെ വളർച്ചനെ ഈ ലേസറും കൂടെ അതിൻ്റെ കൂടെ ചെയ്യുമ്പോൾ മുടിയുടെ ആ ഒരു വളർച്ച സ്റ്റിമുലേറ്റ് ചെയ്യും എന്നാണ് പറയണേ. അപ്പോൾ നമുക്ക് നോർമൽ PRP ചെയ്യുന്നതിനേക്കാൾ നല്ലൊരു റിസൾട്ട് കിട്ടും ഈ ഒരു നമ്മുടെ ലേസറും കൂടി ചെയ്യുമ്പോൾ എന്നാണ് നമ്മളോട് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നൊക്കെ നമ്മൾ 2-3 പ്രാവശ്യം ചെയ്യണമല്ലോ, അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ.